പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ഗൾഫ് മേഖലയിൽ കുടുങ്ങിയ യാത്രക്കാരെ തിരിച്ചുകൊണ്ടുവരാൻ വിമാന കമ്പനികൾ പ്രത്യേക സർവീസുകൾ നടത്തും. സൗദി അറേബ്യയും ഒമാനും വ്യോമാതിർത്തി വീണ്ടും തുറന്നതിനെ തുടർന്ന് അവിടേക്കുള്ള സർവീസുകൾ പുനരാരംഭിച്ചിട്ടുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ഗൾഫ് മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്ന യാത്രക്കാരെ തിരിച്ചു കൊണ്ടുവരാൻ വിമാന കമ്പനികൾ പ്രത്യേക സർവീസുകൾ നടത്തുമെന്ന വിവരമാണ് പുറത്തുവരുന്നത്. ദുബായ്, അബുദാബി, മസ്കറ്റ്, ജിദ്ദ, റാസൽ ഖൈമ, ഷാർജ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് എയർ ഇന്ത്യ എക്സ്പ്രസും ഇന്നലെ 50ഓളം സർവീസുകളായിരുന്നു നടത്തിയത്. ഇൻഡിഗോ ഇന്നലെയും 114 സർവീസുകൾ റദ്ദാക്കുകയും ചെയ്തിരുന്നു. സൗദി അറേബ്യയും ഒമാനും വ്യോമാതിർത്തി വീണ്ടും തുറന്നതിനെ തുടർന്ന് അവിടേക്കുള്ള സർവീസുകളും പുനരാരംഭിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം ഇൻഡിഗോ 5 പ്രത്യേക സർവീസുകളും നടത്തിയിരുന്നു. എയർ ഇന്ത്യ ജിദ്ദ, മസ്കറ്റ് ഷെഡ്യൂൾ സർവീസുകളും പുനരാരംഭിച്ചിട്ടുണ്ട്. സ്പൈസ് ജെറ്റും പ്രത്യേക സർവീസുകൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. യാത്രക്കാരുടെയും ജീവനക്കാരുടെയും സുരക്ഷയ്ക്കാണ് മുൻഗണന നൽകുന്നതെന്നാണ് ഇൻഡിഗോ അറിയിച്ചത്. സുരക്ഷാ സാഹചര്യങ്ങൾക്കും നിയന്ത്രണങ്ങൾക്കും വിധേയമായിരിക്കും സർവീസ് നടത്തുക. നിരവധി യാത്രക്കാർ പല സ്ഥലങ്ങളിലും കുടുങ്ങിക്കിടക്കുന്ന കാര്യം മനസ്സിലാകുന്നുണ്ടെന്നും കമ്പനി വ്യക്തമാക്കിയിരുന്നു. അതേസമയം യാത്രക്കാർ എയർലൈനിന്റെയും ഔദ്യോഗിക വെബ്സൈറ്റോ സോഷ്യൽ മീഡിയ പേജുകളോ കൃത്യമായി നിരീക്ഷിക്കണമെന്നും അധികൃതർ അഭ്യർത്ഥിക്കുന്നുണ്ട്. അപ്രതീക്ഷിതമായ സാഹചര്യം യാത്രക്കാരിൽ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്ത് പരമാവധി സഹകരണം ഉണ്ടാകുമെന്നും അതേസമയം ഔദ്യോഗിക അറിയിപ്പുകൾ മാത്രം വിശ്വസിക്കണമെന്നും അധികൃതർ ഓർമ്മിപ്പിക്കുകയും ചെയ്തിരുന്നു. വിമാനങ്ങൾ പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച വിവരം പിന്നീട് അറിയിക്കുന്നതാണെന്നാണ് എയർലൈൻസ് വ്യക്തമാക്കിയത്. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.